ഹായ് ഫ്രണ്ട്സ്, ജെറി വ്ളോഗിലേക്ക് വീണ്ടും എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് എൻ്റെ ഒരു ചെറിയൊരു വർക്കായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അതൊരു ചെറിയൊരു വില്ലേജാണ്, നല്ലൊരു വില്ലേജാണ്. പോകുമ്പോൾ ഉള്ള കാഴ്ചകളും ആ വില്ലേജും എല്ലാം ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചാണ് ഈ വീഡിയോ ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നെ എനിക്ക് കുറച്ച് കാര്യങ്ങളും പറയാനുണ്ട്. ഈ യാത്രയിൽ നമുക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാം. ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യം വേറെ ഒന്നുമല്ല, ഇവിടെ മലേഷ്യയിൽ ജോലിക്ക് വരുന്നവർക്കും വരാനിരിക്കുന്നവർക്കും വേണ്ടിയാണ്. കാരണം എന്ന് പറയുമ്പോൾ ഓരോരുത്തർ ഇവിടെ വന്നിട്ട് ജോലിക്കായിട്ട് വന്നിട്ട് ഓരോ കമ്പനിയിൽ ജോലിക്ക് കയറിയിട്ട് എന്നെ കോൾ ചെയ്ത് എന്നെ വിളിക്കാറുണ്ട്. എങ്ങനെ എൻ്റെ നമ്പർ കിട്ടുന്നത് എനിക്കറിയത്തില്ല, ഇതാരാണ് എവിടെ ഉള്ളതാണ് എന്നൊന്നും എനിക്കറിയത്തില്ല. ബട്ട് എന്നെ വിളിച്ചിട്ട് ചേട്ടാ ഇതേപോലെ സഹായിക്കണം, ഇതുപോലെ ഒരു ഏജൻറ്റ് മുഖേന വന്നതാണ്, ഇവിടെ ജോലിക്ക് വന്നിട്ട് പറഞ്ഞ ശമ്പളമില്ല, പറഞ്ഞ ജോലിയല്ല, ഒരുപാട് കഷ്ടപ്പാടാണ്, ഒന്ന് നാട്ടിൽ കയറി തിരിച്ച് പോകണം, ഒന്ന് സഹായിക്കണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ അവരോട് പറയാനുള്ളത്, നമ്മൾ ജോലിക്ക് വരുമ്പോൾ അത് ക്ലിയറായിട്ടെല്ലാം അറിഞ്ഞെടുത്ത് കറക്റ്റാണ് പറഞ്ഞു. അതുമല്ലാതെ ഇവിടെ വന്ന് വീണതിന് ശേഷം എനിക്കറിയാം, ഞാൻ ഒരുപാട് അനുഭവിച്ചിട്ടുള്ളത് കൊണ്ടാണ് ഈ കാര്യങ്ങൾ ഞാൻ എടുത്ത് പറയുന്നത്. പിന്നെ ഇവിടുത്തെ ജോലി കാര്യങ്ങൾ, ഈ വിസ, പെർമിറ്റ്, അതായത് ഈ ഏജൻറ്റ് പറയുന്ന എല്ലാം കേട്ടിട്ട് ഓടി ഇങ്ങ് ചാടിക്കയറി വരുന്നവർക്ക് ഞാൻ പറയുന്നത്, ഫസ്റ്റ് ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അന്വേഷിക്കുക. ആരെങ്കിലും വിളിച്ച് ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അന്വേഷിച്ചിട്ട് കയറി വരാൻ നോക്കുക. അല്ലെങ്കിൽ ഇതുപോലെ ചതിക്കുഴിയിലൊക്കെ പെടും. ഒരുപാട് പേര് എയർപോർട്ടിലൊക്കെ വന്നിറങ്ങിയിട്ട് എടുക്കാൻ ആളില്ലാതെ എങ്ങോട്ട് പോകണമെന്നറിയാതെയൊക്കെ നിന്നിട്ട് അലഞ്ഞു തിരിഞ്ഞ് എങ്ങനെയെങ്കിലുമൊക്കെ എൻ്റെ നമ്പറിലൊക്കെ ആരെങ്കിലുമൊക്കെ കൊടുത്ത് ആ നമ്പറിലൊക്കെ കോൺടാക്ട് ചെയ്ത് അങ്ങനെ ഞാൻ ഒരു ജോലിക്കൊക്കെ കയറ്റി വിട്ടിട്ടുണ്ട്. നല്ലതുപോലെ ജോലി 2 വർഷം 3 വർഷം ഒന്ന് ജോലി ചെയ്തിട്ടൊക്കെ തിരിച്ച് നാട്ടിൽ കയറി പോയവരുമുണ്ട്. ബട്ട് എല്ലാവരും ഇതുപോലെ നമ്മളെ കോൺടാക്ട് ചെയ്യാൻ പറ്റാതെ ഒരുപാട് പേരുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഈ വിസയുടെ അതായത് വിസ എങ്ങനെയാണ്, അതിൻ്റെ കാറ്റഗറി എങ്ങനെയാണ്, മറ്റു കാര്യങ്ങൾ എങ്ങനെയാണ്, ഇതിൻ്റെ എല്ലാത്തിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്. ഇതിപ്പോൾ ഞാൻ ഇത് ജസ്റ്റ് ഒന്ന് പറഞ്ഞെന്നേ ഉള്ളൂ. എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട കാര്യം, മലേഷ്യ എന്ന് പറയുമ്പോൾ എല്ലാവരും ചാടിപ്പിടിച്ചെങ്കിൽ കയറി വരും. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞിട്ട് അവർ കണ്ടിട്ട് മലേഷ്യ ഇത്രയേ ഉള്ളൂ, ചിന്തിച്ച് വരുന്നതെന്ന് പറയുമ്പോൾ വേറെ ഭയങ്കരപ്പെട്ട ചിന്തപ്പാലിൽ വരും. പക്ഷേ ഇവിടെ വന്ന് കാണുമ്പോൾ അവർക്ക് അതൊക്കെ ഇത്രയേ ഉള്ളൂ, ഈ മലേഷ്യ ഇങ്ങനെയാണ്. പിന്നെ ഇവിടെ ജോലിയും കാര്യങ്ങളൊക്കെ കാണുമ്പം ചെറിയൊരു കഷ്ടപ്പാടാണ്, ജോലിയും കാര്യങ്ങളും കഷ്ടപ്പാടുകളാണ്. അതൊക്കെ കാണുമ്പം അവർക്ക് അവരുടേതായൊരു ബുദ്ധിമുട്ടും കാര്യങ്ങളും ഫീലാവും. പിന്നെ ഇവിടെ ജോലിക്കായിട്ട് വരുന്നവരെ വിചാരം ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്തോ അങ്ങ് മറിച്ച് സമ്പാദിച്ച മരത്തിൽ നിന്ന് കുലുക്കിക്കൊണ്ട് പോകാമെന്നൊക്കെയാണ്. ഇവിടെ കിടന്ന് കട്ടയടിച്ചാലേ ജീവിതങ്ങൾ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ, ഇത്ര എന്തെങ്കിലും സമ്പാദിക്കാൻ പറ്റത്തുള്ളൂ. സമ്പാദിക്കാനെന്ന് പറയുമ്പോൾ ഇപ്പോഴത്തെ ശമ്പളമൊക്കെ വെച്ച് നോക്കുമ്പം ഇത് നാട്ടിലാണ് ബെറ്റർ. കാരണം ഇപ്പോൾ ഇവിടെ നിന്ന് നാട്ടിൽ കയറി പോകണമെന്ന് പറയുന്നവരോട് ഞാൻ പറയുന്നത്, ശരി എന്തായാലും വന്നില്ലേ ഒരു വർഷം 2 വർഷം നിന്ന് ജോലി ചെയ്ത് എന്തെങ്കിലും സമ്പാദിച്ചിട്ട് പോകാൻ നോക്കാമെന്ന് പറയാം. അപ്പോൾ അവർ പറയുന്ന വാക്കാണ്, ഞാൻ നാട്ടിൽ നിന്ന് ഇതിനേക്കാളും സമ്പാദിക്കുമായിരുന്നു ചേട്ടാ, എനിക്ക് ഇവിടെ പറ്റുന്നില്ല. അപ്പോൾ ഇങ്ങനെ എന്തിനാണ് പിന്നെ കയറി വരുന്നത് ഈ ഓരോ ഏജൻറ്റിൻ്റെ വാക്കുകളും കേട്ടിട്ട്? പിന്നെ എല്ലാ ഏജൻറ്റിനെയും കുറ്റം പറയുന്നില്ല, നല്ല ഏജൻറ്റുമാരും ഉണ്ട്, പറയുന്ന ജോലികളും വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട്. പക്ഷേ അവരിവിടെ വരുമ്പോൾ ഈ വരുന്ന ആൾക്കാർ വിചാരിക്കുന്നത് ഇവിടെ വന്നു കഴിഞ്ഞാൽ മറ്റേ സുഖജീവിതം ജീവിക്കുക എന്നൊക്കെയാണ്. ഇവിടെ വന്ന് ജോലിയും കാര്യങ്ങളും കാണുമ്പോൾ അവർക്കാണെങ്കിൽ അവരുടേതായൊരു ബുദ്ധിമുട്ട്, ഇതിനേക്കാളും നാട് മതി, മനസ്സാകപ്പാടെ ഒരു വിമിഷ്ടം, ഒരു മടുപ്പൊക്കെ തോന്നും, ജീവിതത്തിനോട് ഒരു മടുപ്പ്. അങ്ങനെയാണ്, അതുകൊണ്ടൊക്കെയാണ് തിരിച്ച് പോകണമെന്നൊക്കെ ആഗ്രഹിക്കുന്നത്. ഈ വരാൻ പോകുന്ന മലേഷ്യയിലോട്ട് വരാനിരിക്കുന്നവർക്കും വരുന്നവർക്കും വേണ്ടി ഞാൻ എന്തായാലും അടുത്തൊരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്. ഇവിടുത്തെ വിസ എങ്ങനെയാണ്, ഇതിൻ്റെ വിസയുടെ റേറ്റ് എങ്ങനെയാണ്, പിന്നെ ഇവിടുത്തെ ജോബ് എങ്ങനെയാണ്, സാലറി എങ്ങനെയാണ്, ഇതിനെയൊക്കെ കുറിച്ച് ഞാൻ നല്ലൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. ഓക്കെ, എന്തായാലും നിങ്ങൾ അടുത്ത ആ ഒരു വീഡിയോ നിങ്ങൾ വാച്ച് ചെയ്യുക. അതായത് മലേഷ്യ എങ്ങനെയാണ്, ഇതിൻ്റെ ഡീറ്റെയിൽസ് ഫുള്ളായിട്ട് ഞാൻ ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് കുറച്ച് ഈ റോഡിനെ സംബന്ധിച്ച്, ഈ ട്രാഫിക്കിനെ കുറിച്ചൊക്കെ കുറച്ച് നമുക്ക് സംസാരിക്കാം. കാരണം എന്ന് പറയുമ്പോൾ ഇവിടുത്തെ സിഗ്നൽ ട്രാഫിക്കൊക്കെ എന്ന് പറയുമ്പോൾ വല്ലാത്ത ഒരു സെറ്റപ്പാണ്. കാരണം എന്ന് പറയുമ്പോൾ അതായത് ഒരു 3 ലൈനുണ്ട്. ഈ ഓരോ ലൈനിലും ഓരോ സ്പീഡ് ലിമിറ്റേഷനാണ്. ആ സ്പീഡിലേ പോകാൻ പറ്റും. നമ്മളിപ്പോൾ പുറകിൽ നിന്ന് വരുന്നവർ എത്ര വലിയ സ്പീഡിൽ വന്നാലും ആ സ്പീഡിൽ പോകുന്ന വണ്ടിയെ ഓവർടേക്ക് ചെയ്യണമെങ്കിൽ സിഗ്നലിട്ട് അടുത്ത ട്രാക്കിൽ കയറി വേണം പോകാൻ. അതേപോലെ ഹോൺ അടിച്ച് അവനെ ശല്യപ്പെടുത്താനോ ഇവിടെ ആരും അങ്ങനെ ഹോൺ ഉപയോഗിക്കാറില്ല. അതായത് വണ്ടിയിൽ ഹോണുണ്ട്, പക്ഷെ ആരും ഉപയോഗിക്കാറില്ല. ഉപയോഗിക്കുന്നതെന്ന് പറയുമ്പം ആരെങ്കിലും റോങ് ആയിട്ട് എന്തെങ്കിലും ഡ്രൈവ് ചെയ്ത് വരുന്നവർക്ക് ചീത്ത വിളിക്കാനായിട്ട് മാത്രമായിട്ടാണ് ഈ ഹോൺ ഉപയോഗിക്കുന്നത്.
ഏതെങ്കിലും വണ്ടി നമ്മുടെ അടുത്തുകൂടെ പോകുന്ന വണ്ടി നമ്മളെ നോക്കി ഹോൺ അടിച്ചു കഴിഞ്ഞാൽ അവൻ നമ്മളെ ചീത്ത വിളിച്ചെന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ എന്തെങ്കിലും റോങ് ആയിട്ട് നമ്മൾ ഡ്രൈവിങ്ങിൽ എന്തെങ്കിലും റോങ് അവന് തോന്നിയിട്ടുണ്ടെങ്കിൽ, അവന് ഡിസ്റ്റർബ് ആയിട്ടുണ്ടെങ്കിൽ അവൻ ഇങ്ങനെ ഹോൺ അടിച്ച് ചീത്ത വിളിക്കും. അതേ ഹോൺ അടിച്ച് കഴിഞ്ഞാൽ ചീത്ത വിളിക്കുന്നത്. പിന്നെ പരിചയമുള്ളവർ പാസ് ചെയ്ത് പോകുമ്പോൾ ജസ്റ്റ് ഹോൺ അടിച്ച് കൈ കാണിക്കും. അതിന് വേണ്ടി മാത്രം. അതും ഇവിടെ ഹോണൊന്നും ഇങ്ങനെ കേൾക്കാറില്ല. വണ്ടികളിൽ ഹോണൊന്നും അങ്ങനെ പ്രത്യേകിച്ച് ആരും യൂസ് ചെയ്യാറില്ല. പിന്നെ എന്ത് പറയാൻ വേണ്ടി, ഇവിടെ ടോളുകളെന്നൊക്കെ പറയുമ്പം ഇവിടെ നമ്മുടെ ടോപ്പപ്പ് കാർഡാണ്. ആ കാർഡെന്ന് പറയുമ്പോൾ നമ്മൾ ടോപ്പപ്പ് ചെയ്ത് വണ്ടിയിൽ വെച്ചിരുന്നാൽ മതി. അത് ഓൾറെഡി സ്കാനിങ് ആണ്. നമ്മളിങ്ങനെ പാസ് ചെയ്ത് ആ സ്റ്റോളിൻ്റെ അടുത്ത് എത്തുമ്പം അത് സ്കാനിങ് ഓട്ടോമാറ്റിക്കലി നടക്കും. അത് ടപ്പന തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ഓപ്പൺ ആകും. നമ്മളിങ്ങനെ പിന്നെ ടച്ച് ചെയ്ത് പോകുന്നതുമുണ്ട്. പിന്നെ ഫ്രണ്ട്സ്, ഈ കാണുന്നതാണ് ഇവിടുത്തെ പോലീസ് വണ്ടി. ഇതാണ് ഇവിടുത്തെ പോലീസിൻ്റെ സ്പെല്ലിംഗ് ഉണ്ടായിരുന്നു, POLIS, പോലീസ്. ഇത് ഇവിടുത്തെ മലായി ലാംഗ്വേജിലെ പോലീസാണ്. ഈ കാണുന്നതായിരുന്നു പോലീസ് വണ്ടി, പോലീസിൻ്റെ കാറ്. പിന്നെ ഏകദേശം നമ്മുടെ സ്ഥലത്ത് ഏകദേശം എത്താറായി. കാരണം ആ ഏരിയയാണ് ഈ കാണുന്നത്. മൊത്തം ഒരു വില്ലേജാണ്. നല്ല പച്ചപ്പും അതുപോലെ തന്നെ ഇവിടുത്തെ വീടുകളെല്ലാം നോക്കിക്കേ, മൊത്തം തടികളും ചെറിയ ചെറിയ കോൺക്രീറ്റ് കെട്ടിടങ്ങളാണ്. ഇവിടുത്തെ വില്ലേജ് ഇങ്ങനെയാണ്, കണ്ടില്ലേ, ചെറിയ ചെറിയ കടകൾ. പിന്നെ അതുപോലെ തന്നെ മൊത്തം നല്ലൊരു പച്ചപ്പും മൊത്തം കൃഷിയും കാര്യങ്ങളും അങ്ങനത്തെയൊക്കെ സംഭവങ്ങളാണ്. പിന്നെ ഇവിടെ കൂടുതലും തടിയിലെ വീടുകളാണ് ഞാൻ കൂടുതലും കണ്ടിട്ടുള്ളത്. ഈ കോൺക്രീറ്റ് കെട്ടിടങ്ങളൊക്കെ എന്ന് പറയുമ്പോൾ കുറവാണ്. പിന്നെ ഉണ്ട് കോൺക്രീറ്റ് കെട്ടിടങ്ങൾ, ചെറിയ ചെറിയ ഒറ്റപ്പെട്ടിരിക്കുന്ന വീടുകളുണ്ട്. അതിനെയൊക്കെ ഇവിടെ പറയുന്നതെന്ന് പറയുമ്പോൾ ബംഗ്ലാ ഹൗസ് എന്ന് പറയും. കാരണം ആ വീട്ടിനെ പറയുന്നത് ബംഗ്ലാ ഹൗസ് എന്ന് പറയും. ബംഗ്ലാവ് ആ ഒരു രീതിയിലാണ് പറയുന്നത്. ഇതൊക്കെ എന്ന് പറയുമ്പോൾ അങ്ങനെ പറയത്തില്ല. ഇതൊക്കെ വില്ലേജിലിരിക്കുന്നുണ്ട്, അങ്ങനെ ബംഗ്ലാ ഹൗസ് എന്നൊന്നും പറയത്തില്ല. ഇതിപ്പോൾ ഏകദേശം ഞങ്ങളുടെ വർക്കിംഗ് പ്ലേസിൽ എത്താറായിട്ടുണ്ട്. ഇപ്പോൾ അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് ദൂരം കൂടെ ഉള്ളൂ ഞങ്ങളുടെ വർക്കിംഗ് പ്ലേസ് എത്താൻ വേണ്ടിയിട്ട്. പിന്നെ ഇവിടെ ഫ്ലാറ്റ് ഉണ്ട്. ഫ്ലാറ്റ് എന്ന് പറയുമ്പോൾ ഗവൺമെൻറ്റിൻ്റെ സ്ഥാപനമുണ്ട്, അതിനെ ഫ്ലാറ്റ് എന്ന് പറയും. പിന്നെ അതുപോലെ തന്നെ ഈ കാണുന്നതാണ് ഖബർ. ഈ ഏരിയയിലെ ഖബറാണ്, ആളുകളെ അടക്കിയിരിക്കുന്ന സംഭവമാണ്. അപ്പോൾ എൻ്റെ സ്ഥലം എത്തിയിരിക്കുന്നു. ഇവിടെയാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. ഇതാണ് ഇപ്പോൾ ഇന്നത്തെ വർക്കിനായിട്ട് വന്ന സ്ഥലം ഇതാണ്. അടിപൊളിയല്ലേ? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഇവിടെ 4-5 പ്രാവശ്യം വർക്കിന് വന്നിട്ടുണ്ട്. ഇതിൻ്റെ പേരാണ്, ഈ സ്ഥലത്തിൻ്റെ പേര് റിൻസിങ് എന്ന് പറയും. ഇവിടുത്തെ ഒരു കല്യാണ മണ്ഡപം. ഫ്രണ്ട്സ്, അതുപോലെ എൻ്റെ അത് വലിയ വീഡിയോസ് വന്നിട്ട് ക്യാമറ വലിയ ക്വാളിറ്റി ഇല്ല എന്നൊക്കെ ചെറിയ എൻ്റെ കൂട്ടുകാർ വിളിച്ച് പറഞ്ഞായിരുന്നു. സത്യമാണ്. കാരണം ഞാൻ മൊബൈൽ ക്യാമറയാണ് യൂസ് ചെയ്യുന്നത്. അടുത്ത മാസത്തിലിരുന്ന് നല്ലൊരു ക്യാമറ ഞാൻ യൂസ് ചെയ്ത് നല്ല എഡിറ്റിങ്ങും കാര്യങ്ങളും വീഡിയോ ക്ലാരിറ്റിയോടെയൊക്കെ ചെയ്യുന്നതാണ്. ഹായ് ഫ്രണ്ട്സ്, ഇതാണ് ഇന്നത്തെ വർക്ക്. ചെറിയൊരു വർക്കായിരുന്നു, പെട്ടെന്ന് കഴിഞ്ഞായിരുന്നു. അടിപൊളിയല്ലേ? എനിക്കിഷ്ടപ്പെട്ടു. സിമ്പിൾ വർക്കാണ്, കൊള്ളാം, അടിപൊളി. ഞാൻ ചെയ്യുന്ന വർക്കുകൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം എനിക്കറിയാം അതിൻ്റെ ക്വാളിറ്റീസ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. വന്ന് ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യുന്നവർക്ക് എല്ലാവർക്കും ഇഷ്ടം. എല്ലാവരും കണ്ടിട്ട് നല്ല അഭിപ്രായങ്ങളാണ് പറയാറുള്ളത്. അഭിപ്രായങ്ങൾ കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റും, ഓക്കെ, നമ്മുടെ വർക്ക് എങ്ങനെ ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് അറിയത്തില്ല, കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് അറിയത്തില്ല. ഇത് നേരിട്ട് കാണുമ്പോൾ മൊത്തത്തിൽ ടോട്ടലി നല്ല ഭംഗിയാണ്. ഈ കാണുന്നതാണ് ഈ കല്യാണ മണ്ഡപത്തിൻ്റെ പരിസരവും. നല്ല ഭംഗിയാണ്, നല്ല രസമാണ്. മുകളിലോട്ടൊക്കെ എന്ന് പറയുമ്പോൾ ഒരു കാട് പോലെ, അങ്ങോട്ട് കയറി പോകാനൊക്കെ വഴികളൊക്കെ ഉണ്ട്. പിന്നെ ഞാൻ മുകളിലൊന്നും പോയിട്ടില്ല. വർക്ക് കഴിഞ്ഞാൽ നേരെ തിരിച്ചു പോകും. ഇവിടെ നിന്ന് ഇങ്ങനെ മൊത്തത്തിൽ കാണാറുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, ഞങ്ങളുടെ വർക്ക് കഴിഞ്ഞായിരുന്നു. ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്.
അപ്പോൾ അങ്ങോട്ട് പോകുമ്പോൾ കുറച്ച് കാര്യങ്ങൾ പറയാം. ഇതാ കണ്ടില്ലേ, ഇവിടുത്തെ വീടുകളൊക്കെ കണ്ടില്ലേ, ചെറിയ ചെറിയ വില്ലേജിലെ വീടുകളൊക്കെ ഇങ്ങനെയാണ്. സിറ്റിയിലോട്ടുള്ള വീടുകളും അവിടുത്തെ കൾച്ചറും വേറെയാണ്. ഇവിടുത്തെ കൾച്ചറും ഇവിടുത്തെ രീതികളും ഓരോ ഏരിയയിലും ഓരോ കൾച്ചറും അവരുടേതായ ഒരു സ്റ്റൈലൊക്കെയാണ്, ജീവിത രീതികളും. പിന്നെ ഫ്രണ്ട്സ്, ഇത് ഇവിടുത്തെ ഒരു മുസ്ലിം പള്ളിയാണ്. ഇവിടുത്തെ ഒരു പള്ളിയാണ്, ഈ വില്ലേജിലെ ഒരു പള്ളിയാണിത്. ചെറിയൊരു പള്ളിയാണ്, കൊള്ളാം. ഒരുപാട് പേര് വന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. ഈ ഏരിയയിലത്തെ ഒരു പള്ളിയാണ്. അപ്പോൾ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും പുതിയ പുതിയ വീഡിയോകളുമായി ഞാൻ നിങ്ങളുടെ മുന്നിൽ വരുന്നതാണ്. അതുവരേക്കും എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം.